ഹായ്. ഇന്ന് കുട്ടീനെ ഞാൻ കുളിപ്പിക്കാൻ പോവുകയാണ്. അവനെന്തൊക്കെ രോഗം, കയ്യിലും പുറത്തൊക്കെ. അപ്പം അവനെ ഇത് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അവനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് അവനെ രോഗം മാറ്റണം. കമോ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചൂടായാൽ മതി. ഇത് കുട്ടിയെ വിളിക്കാൻ പോവാം. കുട്ടിയുടെ ഉണ്ട്. കുട്ടി സുന്ദരി പെണ്ണ് സുന്ദരൻ. കുട്ടേ ബാ. കുട്ടേ ഞാൻ പറഞ്ഞ വയസ്സായി നമ്മൾ നോക്കണ്ടേ അവനെ. വയസ്സായെന്ന് കളഞ്ഞൂടാ അവനെ നോക്കണം. ഒരു കുരു ഇതുണ്ട്, മാറ്റണം. എന്താണെന്ത് വയസ്സായെന്ന് പറഞ്ഞ് കൊണ്ട് കളയാൻ പറ്റും. അങ്ങനെ നോക്കണം. വാ കുളിക്കാം. വാടാ. അവനുണ്ട് സുന്ദരി പെണ്ണ്. കുട്ടിക്ക് കൊടുക്കണം. കുട്ടിയുടെ കൂട്ടുകാരൊക്കെയാണ് തന്നെ ഇവിടെ കാത്തിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും കുട്ടി കുളിക്കണത് കാത്തിരിക്കുകയാണ്. കുട്ടി ഇപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കണം. ബിസ്ക്കറ്റൊക്കെ കൊടുത്താലേ കുട്ടി കുടിക്കാനൊക്കെ വരുള്ളൂ. കൂട്ടുകാരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് തിന്നാണ്ട് നടേ കൂട്ടുകാർ തിന്നുണ്ട്. മണപ്പിക്കുന്നുണ്ട്. കറുപ്പായി മണപ്പിക്കുന്നേ ഉള്ളു. കുട്ടിയുടെ പുറം കണ്ട മൊത്തം കണ്ട കാലൊക്കെ പോയി. വയസ്സായി കുട്ടി. നമ്മൾ നോക്കിയില്ലെങ്കിൽ പാവം നമ്മളെ പ്രായം. പട്ടിയെ വളർത്തുന്നവർ അതിൻ്റെ അവസാനം വരെ നോക്കണം. കുളിപ്പിക്കാം. ചൂടുവെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തണുക്കണം. ഇതൊക്കെ തണുത്ത കുട്ടി കുളിക്കുന്നതാണ്. കുട്ടി ഉടൻ തന്നെ കുളിക്കുന്നതാണ്. കുട്ടിയുടെ കൂട്ടുകാരൊക്കെ വെയിറ്റിങ്ങിനാണ് കുട്ടി കുളിക്കണ കാണാൻ വേണ്ടി. എന്താ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്കിറ്റുന്നത് പോയി. കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹായ് കുട്ടി. ഹായ്. ബായ്. തത്സമയം തന്നെ കുളി നടക്കുന്നതാണ്. കുട്ടി വെയിറ്റിംഗ് ഇരിക്കുകയാണ്. വെള്ളം ചൂടായതുകൊണ്ടാണ് വെയിറ്റിംഗ് ഇരിക്കുന്നത്. ഹായ്. എന്താ നമ്മളെ കുട്ടി ചൂടുവെള്ളമൊക്കെ തണുത്ത് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തണുത്ത് പയ്യൻ്റെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കുട്ടിയുടെ പുറത്ത്. എന്താ നല്ല കീടാനൊക്കെ കൊച്ച് അവൻ്റെ പുറത്തുള്ളുണ്ട്. മുറിഞ്ഞ് ചെള്ള് ഒരു ലോഡുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ കുളിപ്പിച്ചപ്പോൾ ചെള്ളൊക്കെ വലിഞ്ഞ് ഇവിടെയൊക്കെ മൊത്തം ചെള്ളായിരുന്നു. ഇന്നലത്തെ കുളിയിലൂടെ ആ ചെള്ളൊക്കെ പോയണ്ട മൊത്തം ചെള്ള് പോയി. ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി വല്ല ഇങ്ങനെ നല്ലതുപോലെ എടുത്താൽ മതി. നമ്മൾ കഴുകിയെടുക്കണം. അതുകൊണ്ടാകുന്ന ഒരു ചൂടുള്ളതിന് തണുപ്പാണ്. ഇപ്പോൾ കിടന്ന് ഓടിയനെ ഉണ്ട്. ഇങ്ങനെ നല്ലതുപോലെ അവൻ്റെ ശരീരം ഈ കീടാന് കൊണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കുന്നത്. പച്ചവെള്ളത്തിൽ കുളിച്ചാൽ കീടാന് വന്ന് അവനെ വേട്ടയാടും. ഇപ്പം ചെല്ലൊക്കെ പറന്ന് ചൂടുള്ള ഇന്നലെ കുളിപ്പിച്ചപ്പോൾ. മിണ്ടാതെ നിന്നാണ് മിണ്ടാതെ കുട്ടി. കുറേ ആയിട്ട് കുളിച്ചത്. വയസ്സായി, നല്ലതുപോലെ വയസ്സായിപ്പോയി.
ഇനി അവനെ നമ്മൾ നോക്കണം, നോക്കിയില്ലെങ്കിൽ പാവം കിട്ടും നമുക്ക്. അവൻ്റെ കൂട്ടരെ മത്തായി ഉണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അവൻ സ്മാർട്ടാണ്, അവൻ ചെറിയ പയ്യനാണ്. ഇനി എനിക്ക് തലയൊക്കെ തോത്തി കൊടുക്കണം കേട്ടോ. ഈ മുറിവ് കണ്ട, ഈ മുറിവ് പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചാൽ പിന്നെ പഴുത്ത് കയറും. ഇപ്പോൾ ചൂടെടുത്തേണ്ടത് ഉണങ്ങിയത്, ഇനി മരുന്ന് കഴിക്കുമ്പോൾ ഓക്കെ ആവും കേട്ടോ. എൻ്റെ നല്ല പ്രായത്തിൽ എൻ്റെ കൂടെ നടന്നു. ഇപ്പം അവൻ വയസ്സായപ്പോൾ ഇനി അവൻ്റെ കൂടെ ഞാൻ നടക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ. നല്ല പ്രായത്തിൽ എൻ്റെ കൂടെ നടന്നേന്, വയസ്സായപ്പോൾ ഞാൻ കൂടെ നടന്നില്ലെങ്കിൽ ചെയ്യുന്നത് വെറും പാവമായിപ്പോൾ. ഇല്ല, ഇനി 4-5 വർഷമൊക്കെ ആകുമ്പോൾ കുട്ടി സെറ്റപ്പ് ആവും. നോട്ടെ കുട്ടിയുടെ അത് ഈ മരുന്നാണ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ആ മുറിവിലൊക്കെ അടിച്ചു കൊടുക്കുന്നത് സ്പ്രേ. ചെല്ലെല്ലാം പോയി, ചെല്ലെല്ലാം സെറ്റപ്പായിട്ട് പോയി. കിടന്ന് തറയിൽ കിടന്ന് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം നിങ്ങൾക്ക് മൃഗങ്ങളെ വളർത്തുന്നവരാണെങ്കിൽ ഇതുപോലെ അവരെ നല്ല പ്രായത്തിൽ അവർ നമ്മളെ കൂടെ കളിച്ച് തിരിച്ചടക്കും. പിന്നെ അവർ വയസ്സായവരപ്പോൾ നമുക്കറിയാം, അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി മാറി നിൽക്കും. അപ്പോൾ നമ്മളാണ് അവരെ നോക്കേണ്ടത്. അവൻ്റെ നല്ല പ്രായത്തിൽ എൻ്റെ കൂടെ ഒരുപാട് അവൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരില്ല, ഇപ്പം ഇത്രയും ക്ഷീണിതനാണ്. ഞാൻ എവിടെ പോയി ചൂണ്ടിടാനും എവിടെ പോയാലും അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ, അത്രയ്ക്കും ക്ഷീണിതനാണ്. ഇനി അവനെ ഞാൻ നോക്കും. കെട്ടിയൊന്നുമില്ല. ഇതൊക്കെ കുളിച്ചിട്ട് ഇപ്പം തിന്നുവാണ് ഞാൻ ഒത്തുവിടും. അവൻ സ്വാതന്ത്ര്യനാണ്. അവനൊരു റൂമേ ഉള്ളൂ, അത് എൻ്റെ റൂം മാത്രമേ ഉള്ളൂ. ആ റൂമിൽ വന്നാലേ അവൻ നിൽക്കുകയുള്ളൂ. അല്ല അവനെ കെട്ടിയിട്ടൊന്നും വളർത്തുന്നില്ല. നാടൻ പട്ടിയായതുകൊണ്ട് അവൻ തുറന്നിടയ്ക്കാണ്. അവൻ്റെ കൂട്ടുകാരൻ ഉണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കാൻ വന്നിരിക്കുകയാണ്. അവന് ബ്രെഡൊന്നും വേണ്ട, അവനിപ്പോൾ പയ്യനാണ്. ആ കൂടെയൊക്കെ തിന്ന് തന്നെ വളരും. എന്താ, അവൻ പയ്യനാണ്. ഇത് അവൻ്റെ അപ്പൻ. കുട്ടി കുറച്ചേരം ഇരുന്നിട്ട് ഞാനിപ്പോൾ അകത്ത് വിടും. കുട്ടിടാ ചോറ് കൊടുക്കിപ്പം കുട്ടി മണ്ണിൽ ഇനിയും പോട്ട് മണ്ണിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ ആകും. പിന്നെ അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ. ഇനി നമുക്ക് നീ പൊയ്ക്കോ, നീ വരുന്നുണ്ടോ കേട്ടാ. നീ പോയി മണ്ണിലെ മറി. രോഗങ്ങൾക്ക് എല്ലാവർക്കും വരും. എല്ലാവരും രോഗമൊക്കെ വരുന്നവർ തന്നെ കേട്ടാ. നമുക്ക് നോക്കാം. ഇവരൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓണങ്ങനെ ഇവനെ കെട്ടിയൊന്നുമില്ല. അല്ല ഇതൊക്കെ മുറിവെന്നാണ് ഇപ്പം ഇവൻ്റെ ഓക്കെയാണ്. എവിടെയാ ഈ മുറിവില്ലേ എന്നാ ഇത് മുട്ട അവൻ്റെ വാക്ക മുട്ട ഇരുന്നിരുന്ന് പോയതല്ല, അതാ വേറെ മുറിവൊന്നുമില്ല. നടന്നു എടേ നോട്ടെ വേറെ അടിക്കട്ടെ. ഞാൻ ആഹാരം കൊടുക്കണം. പിന്നെ എൻ്റെ ബ്രെഡ് കൊടുക്കാം അവൻ തിന്നുന്നുണ്ട്. ഡേ ബ്രെഡ് തിന്നണണ്ട. ഇവന് ചെവി കേട്ടൂടാ, ചെവി കാലിങ്ങാണ്, പിന്നെ ഓർമ്മക്കുറവുണ്ട്. മനുഷ്യൻ്റെ ഒക്കെ സംഭവിക്കുന്ന പോലെ തന്നെ വയസ്സായി വരപ്പം. ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു ഇത്. ചെവിയും കേട്ടു, ഇപ്പം ചെവിയൊന്നും കേട്ടൂടാ, ചെറുതായിട്ടൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. അടുത്തൊന്ന് വിളിച്ചേക്കാൻ ഉള്ളൂ. അപ്പോൾ നേരത്തെ തിന്ന് ബ്രെഡ് ഞാൻ കൊടുത്താൽ കുളിക്കാൻ കൊണ്ടുവന്നൊക്കെ കൊടുത്തായിരുന്നു. അപ്പം ഇനി തിന്നിട്ട് കുറച്ച് ഇനി ചോറ് റെഡി ആവണേ ഉള്ളൂ. ചോറും പൊരിച്ച മീനും റെഡി ആവണേ ഉണ്ട്. അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടി ഇന്നത്തെ ഹാപ്പിയാവും. പോടേ ഇപ്പോൾ കറങ്ങിയിട്ട് പോ ഓക്കെയോ ടാറ്റാ. ഇപ്പം അർമാദിച്ചിട്ട് വരും മക്കളെ. ജീവിതം ഒന്നല്ലേ അടിച്ച് പൊളിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. നിങ്ങളുടെ മൃഗത്തിനെ സ്നേഹിക്കുന്നവർ ഇതുപോലെ നോക്കണം. സ്നേഹിക്കാമെങ്കിൽ നല്ല ഉണ്ടൻ കല്ലെടുത്ത് കയറ്റി കൊടുത്താൽ മതി. മൃഗത്തിന് ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ നല്ലതുപോലെ അതിനെ വളർത്തണം. അപ്പം എല്ലാ കൂട്ടർക്കും ടാറ്റ. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയല്ല ഞാൻ എടുക്കുന്നത്. എല്ലാവരും
ഇതുപോലെയൊക്കെ നോക്കണം. ഞാനും അതുപോലെയൊക്കെ തന്നെ നോക്കണം. നിങ്ങൾ നോക്കുന്ന പോലെയാണ് ഞാനും മൃഗങ്ങളെയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇനി അവൻ്റെ വിശേഷങ്ങളൊക്കെ വരും. അവരെല്ലാം പോയി അവരൊക്കെ ഇനി അടിച്ചു പൊളിക്കാൻ പോയിട്ടുണ്ട്. ഇനി ആ വെയിലത്ത് പോയി ഗ്രൗണ്ടിൽ കിടക്കുവാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ എല്ലാ മൃഗങ്ങളെയും സ്നേഹിച്ച് ജീവിക്കുക. ടാറ്റാ.